ആബ്സല്യൂട്ട്ലി സ്കലോണി തന്ത്രം എന്നല്ലാതെ ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. ഈ ഒരു രണ്ട് ടീമിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജന്റീന അതുപോലെ തന്നെ കൊളംബിയ ഫൈനൽ എത്തുന്നതുവരെയുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ അർജന്റീന അതേ ടീമുമായിട്ടാണ് വീണ്ടും സെമി ഫൈനൽ കളിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിലുള്ള അതേ ടീമുമായിട്ടാണ്. കൊളംബിയ എന്ന് പറയുന്നത് ബ്രസീലിനെ തളച്ചിട്ടു. അതുപോലെ തന്നെ ഉറുഗ്വയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊളംബിയ ഫൈനലിലെത്തുന്നത്. മികച്ച പെർഫോമൻസും കൊളംബിയ എല്ലാ മത്സരത്തിലും കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ചും കൂടി സാധ്യത അർജന്റീനയെക്കാളും കുറച്ചും കൂടി സാധ്യത കൊളംബിയക്കാണ് ഈ വരുന്ന ഫൈനൽ അടിക്കാനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോക്ക് താഴെ കുറച്ച് കമന്റുകൾ ഉണ്ടായിരുന്നു. ആ കമന്റുകൾ പറയുന്നത് ലയണൽ മെസ്സി ഉണ്ടായതുകൊണ്ട് കോപ്പടിക്കും, മെസ്സി ഉണ്ടെങ്കിൽ കോപ്പടിക്കും എന്നുള്ള കമന്റുകളൊന്നല്ലായിരുന്നു. പക്ഷെ ആ ഒരു കമന്റുകൾ എന്ന് പറയുന്നത് സ്കലോണി തന്ത്രത്തിൽ അതൊന്നും നടക്കില്ല, സ്കലോണിയുടെ തന്ത്രം പലതുമാണ്, അങ്ങനെയുള്ള കുറച്ച് കമന്റുകളാണ് ആ വീഡിയോക്ക് താഴെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ കളിയിൽ ഉടനീളം കണ്ടതും അത് തന്നെയാണ്, മറ്റൊന്നുമല്ല സ്കലോണി തന്ത്രം. കാരണം സ്കലോണിക്കറിയാം കൊളംബിയക്ക് 5 മെയിൻ ഡിഫൻഡേഴ്സ് ആണുള്ളത്. അതിലൊന്ന് സാഞ്ചസ്, ലുക്കിമി, മൊജീക്ക, ക്യൂസ്റ്റ, ഡാനിയൽ. പെരേഗുമായിട്ടുള്ള ആദ്യ മത്സരത്തിൽ കൊളംബിയയുടെ ഡിഫൻഡർ ആയിട്ടുള്ള ലുക്കിമി പരിക്ക് പറ്റിക്കൊണ്ട് മൈതാനം വിട്ടതാണ്. അദ്ദേഹം പിന്നെയുള്ള ഒരു കളിയിലും ഇറങ്ങിയിട്ടില്ല. സോ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഫൈനൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് സ്കലോണിക്കറിയാം. അതുപോലെ തന്നെ ഡാനിയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഉറുഗ്വയുമായിട്ടുള്ള മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടി പുറത്തായ ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തും ഇറങ്ങാനുള്ള സാധ്യതയില്ല. അങ്ങനെ 5 മെയിൻ ഡിഫൻഡേഴ്സിൽ 2 ഡിഫൻഡേഴ്സ് ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു. ഇനിയുള്ളത് മെയിൻ 3 ഡിഫൻഡേഴ്സ് ആണ്. പുറമെ ഒരു ഡിഫൻഡേഴ്സിനും കൊളംബിയ ഫൈനൽ മത്സരത്തിൽ ഇറക്കിയിരുന്നു. സാന്റിയാഗോ ആരിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി കൊളംബിയക്ക് ഡിഫൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ സ്കലോണിക്ക് അറിയാം എവിടെ ഡിഫൻഡേഴ്സ് വീക്ക് ആവുന്നുവോ അവിടെ അറ്റാക്കേഴ്സിനെ ഇറക്കുക എന്നുള്ളത്. അത് തന്നെയാണ് കളിയിൽ നമ്മൾ കണ്ടതും. 80-70 മിനിറ്റ് ആയിട്ട് ലൗട്ടാറോ മാർട്ടിനസിനെ കളത്തിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മികച്ച ഫോമിലാണ് കോപ്പ അമേരിക്ക ലൗട്ടാറോ മാർട്ടിനസ്. എന്നിട്ട് പോലും അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ നമുക്ക് സാധിച്ചില്ല. അവിടെയായിരുന്നു സ്കലോണി തന്ത്രം എഴുതിയത്. 97 മിനിറ്റിലാണ് അദ്ദേഹം 3 കിടിലൻ അറ്റാക്കേഴ്സിനെ കളത്തിലേക്ക് ഇറക്കിയത്. ആ 3 അറ്റാക്കേഴ്സിൽ നിന്ന് തന്നെയാണ് ആ ഗോൾ അർജന്റീനയ്ക്ക് വേണ്ടി പിറന്നതും. ഒന്നും പറയാനില്ല, സ്കലോണിയുടെ തന്ത്രം തന്നെയായിരുന്നു അർജന്റീന ഈ കോപ്പ അമേരിക്ക അടിക്കാനുള്ള ഏക കാരണം എന്ന് തന്നെ പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 2020-21 സമയങ്ങളിൽ കോപ്പ അമേരിക്ക, 2021-22 സമയങ്ങളിൽ വേൾഡ് കപ്പ്, 2023-24 സമയത്തും വീണ്ടും കോപ്പ അമേരിക്ക. എന്താ പറയാ, വാട്ട് എ കോച്ച് ലയണൽ സ്കലോണി. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി സ്കോറേഴ്സ് മൈൻ നിങ്ങൾ മുന്നിൽ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.